കെ ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് കെ ഗോപാലൻ എന്നറിയപ്പെടുന്ന ജി. 1927 ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാവുകയും ഖാദി പ്രചാരണത്തിന് നേതൃത്വം വഹിക്കുകയുമാണ് ചെയ്തത്. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് പങ്കെടുത്തതിന് ജി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. കൂടാതെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ അതും ഈ ജി ആണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചതും ഈ ജി തന്നെയാണ്. ജി അഥവാ കെ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ വർഷം 1939. ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ജി. കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് 1958 മാർച്ച് 8 അത് തൃശ്ശൂരിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് വന്നത്. എന്നാൽ അദ്ദേഹത്തെ അഖിലേന്ത്യാ കിസാൻ സമിതിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് 1951. ലോക്സഭയിലെ തന്നെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അതും ഈ ജി ആണ്. അദ്ദേഹം അന്തരിച്ച വർഷം 1977 മാർച്ച് 22. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് 22 ജി ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. കണ്ണൂരിലെ പയ്യാമ്പലത്താണ് ഈ ജിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതും ഈ കണ്ണൂർ തന്നെയാണ്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഡൽഹിയിലെ CPIMന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ജി ഭവൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ CPIMന്റെ ആസ്ഥാന മന്ദിരം ചോദിച്ചാൽ അത് ജി സെന്റർ ആണ്. ഇന്ത്യൻ തപാൽ വകുപ്പ് കെ ഗോപാലനോടുള്ള സ്മരണാർത്ഥം 1990 ഒക്ടോബർ 1 സ്റ്റാമ്പ് പുറത്തിറക്കിയത്. കൂടാതെ ഇന്ത്യൻ പാർലമെന്റ് ഹൗസിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയാണ് കെ ഗോപാലൻ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തിയും ഈ ജി തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന ആത്മകഥയാണ് എന്റെ ജീവിതകഥ. ഇതുപോലുള്ള ഡെയിലി PSC അപ്ഡേറ്റ്സിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.